ഡെസ്റ്റിനേഷൻ ഡയറീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ഡയറീസിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വട്ടവടയെ കുറിച്ചാണ്. ആകർഷണങ്ങളുടെയും ജാഗ്രതകളുടെയും വഴിത്താര. വീഡിയോയിലേക്ക് കിടക്കാം. പഴങ്ങളും പച്ചക്കറികളും വിളഞ്ഞു നിൽക്കുന്ന വട്ടവട ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്ന ഒരിടമാണ്. മൂന്നാറിൽ നിന്ന് 44 കിലോമീറ്റർ മാത്രം അകലെയുള്ള കാർഷിക ഗ്രാമമാണ് വട്ടവട. സീസൺ സമയങ്ങളിൽ മൂന്നാറിനേക്കാൾ തണുപ്പ് അനുഭവപ്പെടുന്ന ഭൂപ്രദേശം. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കുള്ള യാത്ര തന്നെ മനം മയക്കുന്നതാണ്. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ കോടമഞ്ഞ് ആസ്വദിച്ച് പൈൻ മരങ്ങളോട് ചേർന്നുള്ള റോഡിലൂടെയാണ് വട്ടവട യാത്ര. തട്ടുതട്ടുകളായി പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുന്നതാണ് വട്ടവടയിലെ വിദൂര കാഴ്ച. തമിഴും മലയാളവുമാണ് ഭാഷയെങ്കിലും തമിഴ്നാടിനോട് ചേർന്ന പ്രദേശമായതിനാൽ ഭൂരിഭാഗം ആളുകളും തമിഴ് ഭാഷയാണ് ഉപയോഗിക്കുന്നത്. കാർഷിക ഗ്രാമമായതിനാൽ തന്നെ കൃഷി ഉപജീവന മാർഗമാക്കിയ സാധാരണക്കാരാണ് വട്ടവട എന്ന ഈ സ്വർഗീയ ഭൂമിയിലുള്ളത്. ആപ്പിൾ, ഓറഞ്ച്, സ്ട്രോബെറി, നെല്ലിക്ക, പഴങ്ങൾ, പാഷൻ ഫ്രൂട്ട് എന്നിവയാണ് വട്ടവടയിൽ അധികമായി കൃഷി ചെയ്യുന്നത്. ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് വട്ടവടയിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സമയം. സമുദ്രനിരപ്പിൽ നിന്ന് 6000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതിനാൽ തന്നെ തണുപ്പിന് ഒരു കുറവും ഉണ്ടാകില്ല. വട്ടവടയിലേക്കുള്ള യാത്രയ്ക്കൊരുങ്ങുമ്പോൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാർ ടൗണിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയുള്ള പാമ്പാടും ഷോള നാഷണൽ പാർക്ക് തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ ജില്ലയിലെ കൊടൈക്കനാലിന്റെ അതിർത്തിയിലാണ് ഈ ഭാഗം. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കുള്ള യാത്ര വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള പാമ്പാടും ഷോള നാഷണൽ പാർക്കിനുള്ളിലൂടെയാണ്. 6 മണിക്ക് മുൻപ് ചെക്ക് പോസ്റ്റിലെത്തണം. ഇവിടെ വാഹനത്തിന്റെ നമ്പറും വിവരങ്ങളും നൽകണം. ചെക്ക് പോസ്റ്റ് കടന്നാൽ 5 കിലോമീറ്റർ ദൂരം വനത്തിലൂടെയാണ് യാത്ര. ഈ ഭാഗത്ത് വാഹനങ്ങൾ നിർത്താനോ വീഡിയോ പകർത്താനോ ഫോട്ടോ എടുക്കാനോ പാടില്ല. ചെക്ക് പോസ്റ്റിൽ നിന്ന് ഈ വിവരങ്ങൾ ലഭിക്കും. കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ റോഡിൽ ഉണ്ടാകും. അതിനാൽ ശ്രദ്ധിച്ചാകണം യാത്ര. വട്ടവടയിൽ നിന്ന് തിരികെ മൂന്നാറിലേക്ക് എത്താനാണ് പ്ലാനെങ്കിലും ഈ സമയം കർശനമായി പാലിക്കണം. രാത്രിയും ഏറെ വൈകിയുള്ള യാത്ര അപകടകരമാണ്. വട്ടവടയിൽ പെട്രോൾ പമ്പുകൾ ഇല്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അതിനാൽ തന്നെ മൂന്നാറിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഇന്ധനം വാഹനത്തിൽ ഉണ്ടെന്ന് ഉറപ്പാക്കണം. വട്ടവടയിൽ ബ്ലാക്കിൽ ഇന്ധനം ലഭിക്കും. 1 ലിറ്റർ പെട്രോളിന് 120 രൂപയാണ് ഇത്തരത്തിൽ നൽകേണ്ടത്. വാഹനങ്ങൾക്ക് തകരാർ സംഭവിച്ചാൽ അവ പരിഹരിക്കാനാകുന്ന വർക്ക്ഷോപ്പുകൾ ഇല്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. വട്ടവട യാത്രയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം താമസ സൗകര്യമാണ്. വളരെ ചെറിയ കാർഷിക ഗ്രാമമായതിനാൽ തന്നെ താമസ സൗകര്യങ്ങളും കുറവാണ്. താമസ സൗകര്യം മുൻകൂട്ടി ബുക്ക് ചെയ്ത ശേഷം മാത്രമാകണം ഇവിടേക്ക് എത്താൻ. ഹോം സ്റ്റേ സംവിധാനങ്ങൾ പലയിടത്തും ഉണ്ടെങ്കിലും മതിയായ സൗകര്യങ്ങളുടെ കുറവുണ്ട്. ഹോട്ടലുകൾ ഇല്ല എന്നു തന്നെ പറയാം. അതിനാൽ താമസിക്കാനായി കണ്ടെത്തുന്നിടത്ത് ഭക്ഷണം ഉറപ്പാക്കണം. നെറ്റ്വർക്ക് പ്രശ്നവും അനുഭവപ്പെട്ടേക്കാം. BSNL ആണ് ഭൂരിഭാഗം ഭാഗത്തും സിഗ്നൽ ലഭിക്കുക. ATM കൗണ്ടറുകളുടെ എണ്ണം കുറവായതിനാൽ ആവശ്യത്തിനുള്ള പണം കയ്യിൽ കരുതണം. വട്ടവട ടൗണിൽ നിന്ന് എറണാകുളത്തേക്കും തിരിച്ചും KSRTC ബസ് സർവീസുകളുണ്ട്. വട്ടവടയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.